പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ അറിയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ബോധപൂർവം മറച്ചുവെക്കുന്നുവെന്ന് CPM ആരോപിച്ചു. ലോക്സഭയിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പ്രസ്താവന നടത്തി. അതിനിടെ മോദിയുടെയും രാജ്നാഥ് സിംഗിന്റെയും നരവനെയുടെയും ചിത്രമുള്ള ബാനർ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. भारत के मेक इन इंडिया फॉर द वर्ल्ड, डिजाइन इन इंडिया फॉर द वर्ल्ड और इनोवेट इन इंडिया फॉर द वर्ल्ड के दृष्टिकोण को साकार करने में सहायक होगी। मैं इस सम्मानित सदन के समक्ष यह दोहराना चाहता हूं कि खाद्य और कृषि क्षेत्र में भारत की प्रमुख संवेदनशीलता का पूर्णतः ध्यान रखा गया है। വിവരങ്ങളുമായി പി ബസന്ത് ചേരുന്നു. ബസന്ത്, ഇന്ന് എന്തൊക്കെ തരത്തിലാണ് പാർലമെന്റ് പ്രക്ഷുബ്ധമായത്? ഇന്ന് തുടർച്ചയായി മൂന്നാം ദിവസമാണ് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുന്നത്. ഇന്ന് വീണ്ടും ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വീണ്ടും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ഇന്ന് പുസ്തകത്തിൻ്റെ യഥാർത്ഥ പതിപ്പ് തന്നെ അദ്ദേഹം സഭയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇതിൻ്റെ പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചാണ് ഇന്ന് നടുത്തളത്തിലിറങ്ങിയത്. പ്രധാനമന്ത്രിയുടെയും പ്രതിരോധ മന്ത്രിയുടെയും MM നരവനെയുടെയും പോസ്റ്ററുകൾ അല്ലെങ്കിൽ ബാനറുകൾ ഉയർത്തുകയും പോസ്റ്ററുകൾ കയ്യിൽ പിടിച്ചുമാണ് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഇന്ന് ലോക്സഭയിൽ ഉയർത്തിയത്. ഇതിന് പിന്നാലെ ഈ ബഹളത്തിനിടയിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്താൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെ സഭയിലേക്ക് സ്പീക്കർ ക്ഷണിക്കുകയും ചെയ്തു. കർഷകർക്ക് സംരക്ഷണം ഒരുക്കുന്ന തരത്തിലുള്ള വ്യാപാര കരാറാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചെറുകിട വ്യവസായ മേഖല, ഇടത്തരം വ്യവസായ മേഖല, അതോടൊപ്പം തന്നെ രാസവളവുമായി ബന്ധപ്പെട്ട മേഖലകൾ, ഇവയുടെയൊക്കെ തന്നെ കൃത്യമായ സംരക്ഷണം വ്യാപാര കരാറിലുണ്ടാകും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത് കരാർ ഒപ്പിട്ട ശേഷം സംയുക്തമായ ഒരു പ്രസ്താവന ഉണ്ടാകുമെന്നും വാണിജ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൂർണ്ണമായും ബഹളത്തിൽ മുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. 2 മണിവരെ ഇപ്പോൾ സഭ നിർത്തിവച്ചിരിക്കുകയാണ്. ശരി, പി ബസന്താണ് വിശദാംശങ്ങൾ നൽകിയത്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. അതേപ്പറ്റിയാണ് പങ്കുവച്ചത്.